എല്ലാവർക്കും നമസ്കാരം. ലൈഫ് സ്റ്റൈൽ ബൈ ലിസാൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഓക്സിജനിൽ നിന്ന് മൈക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുകയാണ്. ഞാനിപ്പം ഇച്ചയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഓക്സിജനിൽ പോയത്. ഇച്ചയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം 27-ന്. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിപ്പം പെരുന്നയാണ്, ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷനാണ്. പെരുന്ന ജംഗ്ഷനിൽ നിന്ന് ഇതിപ്പോൾ തിരുവല്ല എന്നുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് കയറി ആലപ്പുഴ AC റോഡിലോട്ട് കയറുവാണ്. അപ്പം നമ്മുടെ കസിൻ്റെ തന്നെ ഒരു കടയാണ്, മരക്കച്ചിറിൽ പുതിയതായിട്ട് തുടങ്ങിയ കഫേ ബ്രീത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ടുട്ടു എന്ന ഫെബിക്കുട്ടൻ്റെ കടയാണിത്. അവനൊരു ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ്, കുറച്ച് നാളെ അയാൾ ഓപ്പണായിട്ട് എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഇവൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഇനിയും ചെല്ലുമ്പോൾ പോകണമെന്ന് പറഞ്ഞു ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്ന് ചങ്ങനാശ്ശേരിക്ക് ഇച്ചയ്ക്ക് മൈക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം നമ്മളിവിടെ കയറിയതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഫുള്ളി ഒരു ഹെൽത്തി ഫുഡ്സാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഫുള്ള് ഓയിൽ ഫ്രൈയിങ് ഒന്നുമല്ല, എല്ലാം നമ്മുടെ എയർ ഫ്രൈയിങ് ആണ്. പിന്നെ ജ്യൂസ് ഒക്കെ ആയാലും നോൺ ഷുഗറാണ്, ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ ഹെൽത്തി ഫുഡ്സാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ അവിടെ സ്ഥലമില്ലായിരുന്നു. അപ്പം കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി. ഒരു കാർ ഇറങ്ങി പോകണമായിരുന്നു. അപ്പം ഇത് ശരിക്കും ഒരു ആ സമയം കൂടെ ഞാൻ പുറത്തിറങ്ങി കേട്ടോ. ഞാൻ കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവനെ ഞങ്ങളെ കാറൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങി. ആക്ച്വലി ഇത് പണ്ടൊരു ഐസ്ക്രീം പാർലറായിരുന്നു. ഇത് ആ ഹട്ടിൽ നിൽക്കുന്ന ആളാണ് ടുട്ടു കേട്ടോ. ആക്ച്വലി ഇത് പണ്ടൊരു ഐസ്ക്രീം പാർലർ എന്തോ ആയിരുന്നു. അത് പിന്നെ അടച്ചു പൂട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഇവരത് ഏറ്റെടുത്തു. ഇനിയും കുറേ പണികൾ ഇതിൽ നടത്താനുണ്ട്. കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ മാംഗോ ഉണ്ട്, പിന്നെ നമ്മുടെ റംബൂട്ടാനുണ്ട്, അങ്ങനെ കുറേ മരങ്ങളുണ്ട് അവിടെ. ഇവിടെയും അവരൊരു സ്പേസ് ടേബിളും ചെയറും ഒക്കെ വെച്ച് ലൈറ്റ്സൊക്കെ ഉണ്ട്. ഇവിടെ നൈറ്റ് ഉണ്ട് കേട്ടോ. നൈറ്റ് അടിപൊളിയാണ്, ലൈറ്റും ഒക്കെ ഇട്ട്. പിന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ടുട്ടു ഒരു പാട്ടുകാരനും കൂടെയാണ്, നല്ലതായിട്ട് സൂപ്പറായിട്ട് പാട്ട് പാടും. ഇതാണ് നമ്മുടെ ഫിലിക്സ് കൂട്ടൻ, ഇതാണ് നമ്മുടെ ടുട്ടു. അവന്മാർ കുറേ നേരം കൊണ്ട് ഏതൻകുട്ടൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്, ഏതൻകുട്ടനെ വശത്താക്കാൻ വേണ്ടി. പക്ഷേ ഏതൻകുട്ടൻ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നതുകൊണ്ട് അവനൊട്ടും അടുക്കുന്നില്ല. എൻ്റെ ചേച്ചിയുടെ അനിയന്മാരാണ് കേട്ടോ ഇവൻ വീണ്ടും വന്ന് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇന്ന് ഒത്തുകൂടി നോക്കി. പക്ഷേ അവൻ കരച്ചിലായിരുന്നു. അപ്പോൾ അവൻ ഫുഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയി. നമുക്കിവിടുത്തെ പേരും കാര്യങ്ങളും എന്താണ് ഫുഡ്സൊന്നും അറിയില്ല. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പുതിയ സ്ഥലത്ത് പോയി പുതിയ ഫുഡ് ട്രൈ ചെയ്യുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല സ്ഥലമാണ്. മെനു കാർഡാണ്. നമ്മളെ കുറേ ഡിഷസ് ഉണ്ട് കേട്ടോ. ഇത് ഇവർ തന്നെ സെറ്റപ്പ് ചെയ്ത ഡിഷസും ഇവർ തന്നെ സെറ്റപ്പ് ചെയ്ത പേരുകളുമാണ് കേട്ടോ. സ്മൂത്തീസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, റോൾസ് ഉണ്ട്, പിന്നെ റൈസ് ബോൾസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സലാഡുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അങ്ങനെ പ്രോട്ടീൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത്. പതുക്കെ നിങ്ങൾ സൂം ചെയ്ത് പേരുകൾ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാനൊരു മാരിമി ചിക്കനും റൈസ് ബോൾ തന്നെയാണ് ഞങ്ങൾ 2 പേരും ട്രൈ ചെയ്തത്. 2 ടൈപ്പ് ചിക്കനിൽ വരുന്ന റൈസ് ബോളാണ് ട്രൈ ചെയ്തത്. അവരുടേതായ സോസിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അവിടെ ഒരു താർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പയും മോനും കൂടെ കാറിൻ്റെ വിശേഷങ്ങളും കാണാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയാണ്. അയ്യതും കൊണ്ട് കാറും വണ്ടികളൊക്കെ ഭയങ്കര ക്രേസാണ്. പുറത്തിറങ്ങിയൊക്കെ റോഡിലൊക്കെ നിൽക്കുമ്പം വണ്ടികളൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കാലിട്ടിങ്ങനെ അടിക്കും വണ്ടിയൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമ്മളൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ വാട്ടർമെലൺ ജ്യൂസ്. അതായത് പൈനാപ്പിൾ വാട്ടർമെലനും കൂടി മിക്സ് ചെയ്ത ജ്യൂസ്. ഇതാണ് ആ ജ്യൂസ്. അതായത് വാട്ടർമെലനകത്ത് പൈനാപ്പിളിൻ്റെ മധുരം കൂടി ആഡ് ചെയ്യുവാണ്. അവർ വേറെ ഷുഗർ അങ്ങനെ അഡീഷണൽ ഒന്നും ഇടുന്നില്ല. പക്ഷേ അടിപൊളി സാധനം. ഞങ്ങൾ ദാഹിച്ചിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. ഏതെങ്കുട്ടൻ വാട്ടർമെലൺ ജ്യൂസിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ അവനും അത് കുറച്ച് കുടിച്ച് നോക്കി, അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്ലേറ്റും സ്പൂണും ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഫുഡും വരും. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം വന്നു നമ്മുടെ ഫുഡ്. ഇതാണ് എൻ്റെ മാരിമി ചിക്കൻ. ഇച്ചയുടെ പേരും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു റൈസ് ബോളായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു സംഭവം. ഇച്ചയ്ക്ക് വേറൊരു സോസും എനിക്ക് വേറൊരു സോസും ആയിരുന്നു കേട്ടോ. ആ സോസിലാണ് ഇച്ചയുടെ ചിക്കൻ അവർ എയർ ഫ്രൈ ചെയ്തൊക്കെ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഫിലിക്സോട്ടനാണെങ്കിൽ അവനെ കളിപ്പിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്, അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങളിതൊക്കെ ഫുഡിങ് കഴിഞ്ഞു. നമ്മൾ 2 സ്മൂത്തീസ് ഓർഡർ ചെയ്തായിരുന്നു, ഒരു ആപ്പിളും ഒരു ചോക്കോയും. പക്ഷേ 2 അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, അപ്പാര ടേസ്റ്റായിരുന്നു. ഷുഗർ ഇല്ല കേട്ടോ, വിത്തൗട്ട് ഷുഗറാണ്. അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ
ഏതെങ്കൂട്ടൻ അപ്പാപ്പിമാരുമായിട്ട് ഭയങ്കര കളി. അവൻ അതുവഴി ഇതുവഴിയിൽ ഓടി നടന്ന് കളിക്കുക. ഏറ്റവും അവസാനം കൈയൊക്കെ പതുക്കെ കൊടുത്ത ആൾ സെറ്റായി വരുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതെങ്കൂട്ടൻ അവരുമായിട്ട് ഇങ്ങനെ ഓടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുവഴി വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കഫേ ബ്രീത്തിൽ കയറി ഫുഡ് ട്രൈ ചെയ്യുക. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒരു 25-30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓയിൽ ഫ്രീ ആണ്, ശരിക്കും നല്ല ഫുഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരിതെല്ലാം സെറ്റപ്പ് ചെയ്ത് എടുക്കണം. കുറേ കാര്യങ്ങൾ ഇവർക്ക് ഇതിനകത്ത് ചെയ്യും. ഇപ്പോൾ നമ്മുടെ AC റോഡിൽ കൂടെ വരുന്നവർ ഉറപ്പായിട്ടും കഫേ ബ്രീത്തിൽ കയറി ഫുഡ് ടേസ്റ്റ് ചെയ്യണം. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡിലും ആലപ്പുഴയിൽ നിന്ന് വരുമ്പം റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.